നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ബി പോസിറ്റീവിന്റെ മറ്റൊധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ് സ്വാഗതം. ₹1 നോട്ട് കൊടുത്താൽ 1,00,000 കൂടെ പോരും. അടൂർബാസി സാറിന്റെ നല്ല മനോഹരമായ ഒരു പാട്ടായിരുന്നു അത്. പണ്ട് കാലത്ത് ഏറ്റവും ഒരു ഹിറ്റ് ചാർട്ടിൽ നിന്നൊരു പാട്ട് അല്ലേ? തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് ആസ്വദിച്ചിട്ടുള്ളതാണ്. എന്തിനാ ഞാൻ ചോദിക്കുന്നത് അല്ലേ? അത് തീർച്ചയായിട്ടും അരവിന്ദ് ഈ പറഞ്ഞു വരുന്നതിന്റെ കാര്യം എനിക്ക് മനസ്സിലായി. കാരണം ഇന്ത്യൻ രാഷ്ട്രീയമാകെ ചൂടുപിടിച്ചിരിക്കുന്ന നോട്ടുകളെ കുറിച്ച് ചൂടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ ഈ ഒരു സമയത്ത് ₹1 ഒരു വിശേഷം നമുക്ക് ഇന്നത്തെ ബി പോസിറ്റീവിൽ പങ്കുവെച്ച് തുടങ്ങാം അല്ലേ? തീർച്ചയായും. അതായത് നമ്മുടെ ₹1 നോട്ടിന് 100 വയസ്സ് തികഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ 1917 നവംബർ 30 ₹1 നോട്ട് ആദ്യമായിട്ട് പുറത്തിറങ്ങിയത്. നമ്മുടെ ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് നമ്മുടെ ജോർജ് അഞ്ചാമൻ കേട്ടില്ലേ, അദ്ദേഹത്തിന്റെ തല വെച്ചിട്ടാണ് ആ ₹1 നോട്ട് പുറത്തു വന്നത്. പിന്നീട് 4 തവണ അരവിന്ദ് രൂപമാറ്റം സംഭവിച്ചിട്ടുണ്ട് ₹1. 1994 ശേഷം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ കഴിഞ്ഞ വർഷമാണ് ₹1 നോട്ട് വീണ്ടും പുതിയ അച്ചടി രൂപത്തിൽ പുറത്തു വന്നത്. ₹1 ഇത്രയും ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്ന് അറിയുമ്പോൾ എന്താ പറയാ, വളരെ അത്ഭുതം തോന്നുകയല്ലേ. എന്ന് വെച്ചാൽ വളരെ ചുരുക്കം പേർക്ക് മാത്രമേ ഇത്തരം കാര്യങ്ങളൊക്കെ അറിയുന്നുള്ളൂ. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ 500-ന്റെ 1000-ന്റെ നോട്ട് വരെ നമുക്ക് മാറിപ്പോയി. അപ്പൊ എന്നിട്ടും ആ ₹1 ഇന്നും പിടിച്ചു നിൽക്കുന്നു. അത് വലിയൊരു കാര്യമാണ്. അതും 100 വർഷം എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. അതാണ് എപ്പോഴും ഒന്നാവുക എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു പോസിറ്റീവ് എനർജി. തീർച്ചയായിട്ടും ₹1 പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ആദ്യ പരിപാടിയിലേക്ക് കടന്നു ചെല്ലാം. നമുക്ക് കാണാം ശുഭസംഗീതം. പ്രകൃതി മനോഹരി പറയൂ നീ, നിന്നിലെ ഉന്മാദ സൗന്ദര്യ സത്യങ്ങൾ അറിയുവാൻ ഞാനിന്നൊരാരാധിക. പ്രകൃതി മനോഹരി പറയൂ നീ, നിന്നിലെ ഉന്മാദ സൗന്ദര്യ സത്യങ്ങൾ അറിയുവാൻ ഞാനിന്നൊരാരാധിക. വൃക്ഷലതാദികൾ വനഭംഗികൾ അതിൽ കാണുന്നുവോ നിൻ സൗന്ദര്യ രഹസ്യം. വൃക്ഷലതാദികൾ വനഭംഗികൾ അതിൽ കാണുന്നുവോ നിൻ സൗന്ദര്യ രഹസ്യം. ലയതാള സുഖമുള്ള കളകളരവങ്ങളിൽ കേൾക്കുന്നുവോ നിൻ നാദത്തിൻ സൗന്ദര്യം. പ്രകൃതി മനോഹരി പറയൂ നീ, നിന്നിലെ ഉന്മാദ സൗന്ദര്യ സത്യങ്ങൾ അറിയുവാൻ ഞാനിന്നൊരാരാധിക. ചരിത്ര സത്യങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുന്ന പരിപാടിയാണ് അടുത്തത്. നമുക്ക് കാണാം ചരിത്രത്തിൽ നിന്ന്. ആനുകാലിക സാഹിത്യങ്ങളെ വിമർശിക്കുന്ന സെഗ്മെന്റാണ് ഇനി വരാൻ പോകുന്നത്. ഡോക്ടർ എം രാജീവ് കുമാർ അവതരിപ്പിക്കുന്ന കന്നഡ. കന്നഡയിലേക്ക് സ്വാഗതം. ദേശാഭിമാനി ആഴ്ചപ്പതിപ്പ് ഓരോ ലക്കവും സാഹിത്യ സമ്പുഷ്ടമായി കൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ചും കവിതകളുടെ കാര്യത്തിൽ. ഏറ്റവും പുതിയ ലക്കത്തിൽ 2 കവിതകളുണ്ട്. പുതിയ എഴുത്തുകാരെഴുതിയ 2 കവിതകളാണെങ്കിലും ആ 2 കവിതകളും മൗലികമായ സിദ്ധിയുള്ള കവിതകളായിട്ടാണ് തോന്നുന്നത്. ശ്രീകുമാർ കരിയാടിൻ്റെ കവിതയാണ് ആദ്യം. ദേശാഭിമാനി വാരികയുടെ ഡിസംബർ 4 പതിപ്പാണ് ഇവിടെ പറയുന്നത്. 60കൾ എന്ന ശ്രീകുമാർ കരിയാടിൻ്റെ പുതിയ കവിത. ജനലഴികളിൽ പിടിച്ചു നിൽപ്പവർ 60കൾ തൻ പ്രതിനിധികളോ, കവിതകൾ, നോവൽ, കഥകളും വരും പഴയ മാസിക പുറഞ്ചട്ടകളോ. മാസിക പുറഞ്ചട്ടകളെയും മാസികകളെയും മനുഷ്യരായി കാണുന്ന
ഒരു കവിതയാണ്. 4 ഖണ്ഡങ്ങളിലായി ആകെ 16 വരികളേ ഉള്ളൂ എങ്കിൽ പോലും അതിലൊരു മനുഷ്യ ജീവിതാവസ്ഥ സ്ഫുരിക്കുന്നുണ്ട്. ഇതാണ് ദേശാഭിമാനിയുടെ ഒരു കവിതാ വിശേഷം. മറ്റൊരു കവിത പുതിയ ഒരു കവയത്രിയാണ് വിജില ചിറപ്പാട്. അടുത്ത കാലത്തായി പല ആനുകാലികങ്ങളിലും വിജിലയുടെ കവിതകൾ കാണുന്നുണ്ട്. ഈ കവിതയ്ക്കുള്ളൊരു പ്രത്യേകത ഈ പെൺമേഘങ്ങൾ എന്നാണ്. ഒരു സ്ത്രീപക്ഷ ചിന്തയാണ് വിജില ചിറപ്പാട് ഈ കവിതയിലൂടെ കൊണ്ടുവരുന്നത്. സന്ധ്യയ്ക്ക് ഒറ്റയ്ക്ക് ചൂട്ടും കൊതുമ്പുമായി നടന്നു നീങ്ങുന്ന മേഘം മുണ്ടും ബ്ലൗസും ഇട്ട് അതിന്മീതെ വെള്ളത്തോർത്തുമിട്ട് പോകുന്ന അമ്മമ്മയെ തന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത്. മേഘത്തെ അമ്മമ്മയുമായി സങ്കല്പിച്ചുകൊണ്ടുള്ള ഒരു കാവ്യരീതിയാണ്. നക്ഷത്രങ്ങൾ അവർ വിതറിയ അന്നങ്ങളായി പ്രകാശിക്കുന്നു. ഏത് പ്രാവുകൾക്കാണാവോ അമ്മമ്മ ഇത്രയും ചോറ് വിതറിയത്. വളരെ സ്വതസിദ്ധമായ മൗലിക സിദ്ധിയുള്ള ഒരു കവിതയാണ് വിജില ചിറപ്പാടിൻ്റെ. ഈ 2 കവിതകൾ വളരെ മനോഹരമായി തന്നെയാണ് ദേശാഭിമാനി ആഴ്ചപ്പതിപ്പിൻ്റെ അകത്ത് വിന്യസിച്ചിരിക്കുന്നത്. ലേഔട്ടിൻ്റെ കാര്യത്തിലുമൊക്കെ ദേശാഭിമാനി ആഴ്ചപ്പതിപ്പ് വളരെ മികച്ച നിലവാരം പുലർത്തുകയാണ്. അതുപോലെ തന്നെ കവർ സ്റ്റോറി അടുത്ത കാലത്തായി എഴുത്തുകാരെ പറ്റിയുള്ളത് KP രാമനുണ്ണി സംസാരിക്കുന്നതാണ്. സൂഫി പറയുന്ന കഥകൾ എന്ന ശീർഷകത്തിൽ KP രാമനുണ്ണിയുടെ ലേഖനം, രാമനുണ്ണിയെ പറ്റിയുള്ള ഒരു ഫീച്ചർ വളരെ സമ്പുഷ്ടമായ ഒരു വാരികയായിട്ട് തീർന്നിരിക്കുകയാണ് ദേശാഭിമാനി ആഴ്ചപ്പതിപ്പ്. മാതൃഭൂമിയുടെ പുതിയ ലക്കത്തിൽ സച്ചിദാനന്ദൻ്റെ ഒരു കവിത കാണാം. സച്ചിദാനന്ദൻ്റെ കവിതകൾക്ക് ഒരു പ്രത്യേകതയുള്ളത് കാലികമായ പ്രസക്തിയാണ് അത് ആദ്യം. പിന്നീടത് സാർവലൗകികവും കാലികവുമായ പ്രസക്തിയിലേക്ക് നീങ്ങുകയും ചെയ്യും. ഈ അടുത്ത കാലത്തുണ്ടായ ചില വിപ്ലവ സംഭവങ്ങളാണ് ഈ കവിതയിൽ ജനിക്കാത്തവൾ എന്ന കവിതയിലെ വിഷയം. കാട് എന്നെ വിളിച്ചു 1000 പൂക്കളുടെ സുഗന്ധങ്ങളുമായി. എൻ്റെ ഞരമ്പുകളിൽ ഇപ്പോഴുമുണ്ട് യക്ഷികളുടേതെന്ന പോലെ അരുവികളുടെ പൊട്ടിച്ചിരി. എൻ്റെ യൗവനം ഞാൻ ഈ കാടുകൾക്ക് നൽകി, എൻ്റെ ഹൃദയം ഈ അനാഥരുടെ വേദനകൾക്കും. അപ്പം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു കവിതയാണ് സച്ചിദാനന്ദൻ എഴുതുന്നത്. ആദിവാസി സംരക്ഷണത്തിനു വേണ്ടി ഒക്കെ ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു യുവതിയെ പറ്റിയാണ് ഈ കവിതയുടെ വിഷയം. അടുത്ത കാലത്തെ ചില സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ട് ഒളിപ്പോരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ കവിതയെ ചേർത്ത് വെച്ച് വായിക്കാൻ പറ്റുന്ന വിധത്തിൽ ആണ്. സച്ചിദാനന്ദനാണ് ഈ വിധത്തിൽ കാലികമായി ഓരോ കാലഘട്ടത്തിലും സംഭവിക്കുന്ന ആഴമുള്ള പ്രശ്നങ്ങളോട് പ്രതികരിക്കുന്ന കവിയാണ് സച്ചിദാനന്ദൻ. ഇപ്പോഴും അദ്ദേഹം അങ്ങനെ ഒരു പ്രതികരണമാണ് ഈ കവിതയിൽ നടത്തിയിരിക്കുന്നത്. പെട്ടെന്നായിരുന്നു വായുവിൽ ഞാൻ വെടിമരുന്ന് മണത്തത്. അത് ബൂട്ടുകളുടെ ശബ്ദത്തിൽ അരിഞ്ഞു. അർത്ഥബോധാവസ്ഥയിലത് ദുസ്വപ്നമെന്ന് ഞാൻ കരുതി. നെഞ്ചിൽ നിന്നൊലിച്ച ചോര സ്വപ്നത്തിൽ വിരിഞ്ഞിരുന്ന ചെമ്പനീരാണെന്ന് കരുതി. ഇവിടെ വളരെ കാവ്യാസുഭകമാണ്. സ്വപ്നത്തിൽ വിരിഞ്ഞിരുന്ന ചെമ്പനീരാണ് നെഞ്ചിൽ നിന്നൊലിച്ച ചോര എന്ന കാവ്യബിംബമാണ് ഈ കവിതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരികൾ. ഇത് ഏറ്റവും പുതിയ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലുള്ള വിശേഷമാണ്. ഡിസംബർ 11 പുറത്തിറങ്ങിയ മാതൃഭൂമി. നവകഥയിലെ അധികാരവാക്യങ്ങൾ എന്ന പേരിൽ പുതിയ കഥാകൃത്തുക്കളെ, PV ഷാജികുമാറിന് ശേഷമുള്ള പുതിയ കഥാകൃത്തുക്കളെ പറ്റിയുള്ള ഒരു പഠനം ഡിസംബർ 5 സമകാലിക മലയാളത്തിൽ കാണാം. സമകാലിക കഥകൾ വിപുലമായ ഒരു മേഖലയെയാണ് അഭിമുഖീകരിക്കുന്നതും പ്രശ്നവൽക്കരിക്കാൻ ശ്രമിക്കുന്നതും. ചലനാത്മകമായ ജീവിതത്തിൽ പുതിയ കഥാകൃത്തുക്കൾ മെനഞ്ഞെടുക്കുന്ന കഥകൾക്ക് എന്താണ് പറയാനുള്ളത് എന്നാണ് ഈ ലേഖനത്തിൽ പറയുന്നത്. ഈ ലേഖനത്തിൽ പ്രധാനമായി വിനോയ് തോമസ്, KV പ്രവീൺ, ഈ 2 എഴുത്തുകാരുടെ കൃതികൾക്ക് പുറമെ യമ എന്ന ഒരു യുവ എഴുത്തുകാരിയെ അവതരിപ്പിക്കുന്നു. വിവേക് ചന്ദ്രൻ. ഇവരുടെ എല്ലാം കഥകൾ അടുത്ത കാലത്ത് സമകാലിക മലയാളത്തിൻ്റെ വിശേഷാൽ പതിപ്പിലുണ്ടായിരുന്നു. പുതിയ കാലഘട്ടത്തിലെ കഥ ഇവരിൽ ഭദ്രമാണ്. ഈ 5 എഴുത്തുകാരും പുതിയ കാലഘട്ടത്തിലേക്ക് വാതായനങ്ങൾ തുറന്നിട്ടവരാണ്. അവരുടെ കഥകളുടെ ഉൾക്കരുത്താണ് ഈ 5 ഖണ്ഡങ്ങളിലായി ഈ ലേഖകൻ ഇവിടെ വ്യക്തമാക്കുന്നത്. ഈ പുതിയ എഴുത്തുകാർ മലയാളത്തിൽ കൂടെയാണ് ഈ നവ എഴുത്തുകാർ രംഗപ്രവേശം ചെയ്തിട്ടുള്ളത് എന്നും നാം കണ്ടിട്ടുണ്ട്. രാഹുൽ രാധാകൃഷ്ണനാണ് ഈ കഥാപഠനം രചിച്ചിരിക്കുന്നത്. ഇതേ ലക്കത്തിൽ തന്നെ സുന്ദറിനെ പറ്റി U നന്ദകുമാർ എഴുതുന്ന ഒരു ലേഖനമുണ്ട്. സുന്ദർ ആരായിരുന്നു? സാമൂഹ്യ ചിന്തകനും കലാഗവേഷകനുമായ സുന്ദറിനെ പറ്റി കഴിഞ്ഞ ലക്കത്തിൽ കന്നഡയിൽ പറഞ്ഞതാണ് സ്റ്റേജിൽ നായർ എഴുതിയ ലേഖനം. അതുപോലെ U നന്ദകുമാറിൻ്റെ ലേഖനമാണ് സമകാലിക മലയാളത്തിൽ
ഉള്ളത്. ഇനിയും പറയേണ്ട ഒരു പ്രസിദ്ധീകരണം മാധ്യമം ആഴ്ചപ്പതിപ്പാണ്. മാധ്യമം ആഴ്ചപ്പതിപ്പിൽ കുറേ കാലമായി ഒരു സാഹിത്യ ലേഖനം കണ്ടിട്ട്, അപ്പം പുതിയ ലക്കത്തിൽ സജയ് KV വൈലോപ്പിള്ളിയുടെ കവിതകളെ വിശകലനം ചെയ്തുകൊണ്ട് ഒരു ലേഖനം എഴുതുന്നുണ്ട്. കുടിയൊഴിക്കലിലെ ക്രൂരദാരുണ ഭാഷ എന്നാണ്. വൈലോപ്പിള്ളിയുടെ കുടിയൊഴിക്കൽ എന്ന കവിതയെയും അതിൻ്റെ രാഷ്ട്രീയത്തെയും പുനർവായിക്കുന്ന ഒരു ലേഖനമാണ് KV സജയ് എഴുതുന്നത്. പുതിയ കാലഘട്ടത്തിലെ നിരൂപകരിൽ വളരെ ശ്രദ്ധേയനാണ് സജയ് KV വളരെ മിതത്വത്തോടുകൂടിയുള്ള ഭാഷയും മൗലികമായ ചിന്തയും ഒരു വിശകലന പാഠവുമൊക്കെ ഒത്തിണങ്ങിയ ഒരു നിരൂപകനാണ് സജയ് KVയുടെ ഏറ്റവും പുതിയ ലേഖനമാണ് മാധ്യമം ആഴ്ചപ്പതിപ്പിലുള്ളത്. സാധാരണ മാധ്യമം ആഴ്ചപ്പതിപ്പിൽ രാഷ്ട്രീയ ലേഖനങ്ങളാണ് കൂടുതൽ കൊടുക്കുന്നത്. ഇതിൽ സാഹിത്യ സംബന്ധമായ ലേഖനം മാത്രമല്ല, സാഹിത്യത്തിന് വളരെ പ്രാധാന്യമാണ് അടുത്ത കാലത്ത് മാധ്യമം നൽകുന്നത്. ഏതാണ്ട് 2-3 ലക്കങ്ങളായി നൽകുന്നത്. അസ്തിത്വവാദം 2-ാം ദിവസം എന്ന പേരിൽ ഐമനം ജോണിൻ്റെ ഒരു കഥയുണ്ട്. വളരെ മനോഹരമായി തന്നെയാണ് ഈ കഥ വിന്യസിച്ചിരിക്കുന്നത്. അസ്തിത്വവാദം 2-ാം ദിവസം എന്ന് വളരെ ലളിതവും ഒപ്പം ഉള്ളിൽ ഒരു നർമ്മവുമൊക്കെയുള്ള ഒരു കഥയാണ്. ഒരു കഥാകൃത്ത് വളരെ കൃത്യമായി ഒരു എന്ന ഒരു എഴുത്തുകാരനെ പിന്തുടരുകയും അയാൾ കഥയുടെ ഒടുവ് വളരെ രസകരമാണ്. കായുടെ മുറിയിലെ നിലക്കണ്ണാടിയിൽ ഞാൻ ജപ്പാൻ ദി ഫാസിനേറ്റിംഗ് ഐലൻഡ് കൺട്രി എന്ന പുസ്തകവും കയ്യിലേന്തി നിൽക്കുന്ന എന്നെ തന്നെ ഒരു വലിയ നടുക്കത്തോടെ കണ്ടു. ഈ പുസ്തകവുമായി പോകുന്ന ഒരു വായനക്കാരൻ അയാൾ കണ്ണാടിയിൽ നോക്കി അയാളെ തന്നെ ആ പുസ്തകത്തിനകത്ത് കാണുന്ന വിധത്തിൽ ഒരു പ്രത്യേക സ്വഭാവമുള്ള കഥയാണ് ഐമനം ജോണിൻ്റേത്. ഇത് ഒരു കാഫ്കയുടെ കഥയെ അനുസ്മരിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ശില്പഘടന. പക്ഷേ ഇത് പുതിയ കാലഘട്ടത്തിൻ്റെ ഒരു കഥയായിട്ടാണ്. കഥാനായകൻ കലാകൗമുദി ആഴ്ചപ്പതിപ്പിൽ, കലാകൗമുദി വാരികയിൽ പത്മദാസിൻ്റെ ഒരു കവിത കാണാം. അമ്മിണി എന്നാണ് കവിതയുടെ ഒരു വളരെ പ്രാധാന്യത്തോടു കൂടി പത്മദാസ് അടുത്ത കാലത്ത് കവിതകൾ ഏതാണ്ട് കലാകൗമുദിയിൽ തന്നെയാണ് മിക്കതും പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്. ഈ കവിതയും അടുത്ത കാലത്തുണ്ടായ ചില സംഭവവികാസങ്ങളെ ആസ്പദപ്പെടുത്തിയുള്ള ഒരു കവിതയാണ്. ബാല്യത്തിൽ അമ്മിണി എന്നാൽ എനിക്ക് എപ്പോൾ വിരുന്നുകാർ വീട്ടിൽ വന്നാലും അമ്മയ്ക്ക് കറക്കുവാൻ പാകത്തിൽ പാൽ ചുരത്തി നിൽക്കുന്ന ഒരു സിന്ധി പശുവായിരുന്നു. ഈ വിധത്തിലാണ് ഈ കവിതയുടെ പോക്ക്. ഇനി അമ്മിണി എനിക്കിഷ്ടം പോലെ പാൽ ചുരത്തുന്ന പശുവോ കർണപീയൂഷമായി കവിത ചൊല്ലുന്ന ടീച്ചറോ അല്ല. ലോകമെമ്പാടും വിലപിക്കുന്ന മകൻ ബലി കൊടുക്കപ്പെട്ട അമ്മമാരുടെ പ്രതിനിധിയായ ഒറ്റ രൂപയാണ് ഇനി ആ പേർ. ഈ വിധത്തിൽ ഈ സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു കവിതയാണ് ഇതിൽ പത്മദാസ് എഴുതിയിരിക്കുന്നത്. ഇതിൽ തന്നെ പുതിയ കലാകൗമുദിയിൽ തന്നെ 2 കഥകൾ കാണാം. ലതാലക്ഷ്മിയുടെയും ഐസക് ഈപ്പൻ്റെയും 2 കഥകളാണ് ഉള്ളത്. ഇന്നത്തെ കന്നഡ ഇവിടെ സമാപിക്കുന്നു. അടുത്ത കന്നഡ വരുന്ന വ്യാഴാഴ്ച ഇതേ സമയം. പലപ്പോഴും മാധുര്യമൂറുന്ന ആംഗലേയ ഭാഷയെ നാം സ്നേഹിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യേണ്ടി വരുന്നുണ്ട് നമ്മുടെ ജീവിത സാഹചര്യത്തിൽ. ശരിക്കും നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഓരോ ഭാഷയ്ക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നത് പോലെ വിശ്വഭാഷയായ ഇംഗ്ലീഷിനെ അംഗീകരിക്കുകയും അത് കൂടുതൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബി പോസിറ്റീവിൽ മധുരമ മറുഭാഷ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് പ്രിയപ്പെട്ട റീത്ത മാധവ് നായക് അവതരിപ്പിക്കുകയാണ് മധുരമ മറുഭാഷ. നമുക്ക് കാണാം മധുരമ മറുഭാഷ. മധുരമ മറുഭാഷയിലെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ചോദ്യം ഇതായിരുന്നു, നമ്മൾ ഒരു മതി നിർത്തൂ എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ, ഇഡിമാറ്റിക് എക്സ്പ്രഷൻ, അത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഇനി ഈ ടോപ്പിക്ക് കണ്ടിന്യൂ ചെയ്യേണ്ട, അല്ലെങ്കിൽ സംസാരം നിർത്തൂ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഒരു ഇഡിമാറ്റിക് എക്സ്പ്രഷനിൽ നമ്മൾ എങ്ങനെയായിരിക്കും അത് പറയുക. അപ്പോൾ നമ്മൾ കട്ട് ഇറ്റ് ഔട്ട് എന്ന് പറയുകയാണെങ്കിൽ, അതായത് ജസ്റ്റ് കട്ട് ഇറ്റ് ഔട്ട് എന്ന് പറയുകയാണ്. അപ്പോൾ വി ആർ ടോക്കിംഗ്, രണ്ടുപേർ സംസാരിക്കുകയാണ്. അപ്പോൾ ദേ ആർ ഹാവിങ് ഐദർ എ ഡിസ്കഷൻ ഓർ എ ഡിബേറ്റ് വാട്ട് എവർ റിഗാർഡിങ് സർട്ടൻ ഇഷ്യൂസ്. അപ്പം ജസ്റ്റ് കട്ട് ഇറ്റ് ഔട്ട് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിർത്തൂ, ജസ്റ്റ് ഐ ഡോ വോണ്ട് ഹിയർ എനിത്തിങ് മോർ എന്ന് പറയുമ്പോൾ അത് അവിടെ വീണ്ടും ഒരു ചെറിയൊരു ദേഷ്യമാണ് കൺവേ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതിവിടെ വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് കട്ട് ഇറ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ ആ ഒരു മീനിങ് ആണ് അവിടെ കൺവേ ചെയ്യുന്നത്. ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം.
ഇന്ന് ഐ എം കണ്ടിന്യൂയിങ് വിത്ത് മോർ എക്സ്പ്രഷൻസ് റിലേറ്റിംഗ് ടു ആങ്കർ, ഇറിറ്റേഷൻ ആൻഡ് ഫ്രസ്ട്രേഷൻ. കാരണം ഈ ആങ്കർ എന്ന് പറയുന്നത് ഈസ് എ നാച്ചുറൽ ഇമോഷൻ ഫോർ എവറി ഹ്യൂമൻ ബീങ്. ദേഷ്യം വരാത്തതായിട്ട് ആരുമില്ല. പക്ഷെ ആ ദേഷ്യം വരുന്നതിനെ നമ്മൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണത് കൈകാര്യം ചെയ്യുന്നത്, അതിലാണ് ആ ഡിഫറൻസ് വരുന്നത്. ദേഷ്യം എല്ലാവർക്കും വരും. ഹൗ ദേ ഹാൻഡിൽ ഇറ്റ് is the thing that makes a huge difference. ഇപ്പോൾ പേരൻസിന് അല്ലെങ്കിൽ ആർക്കെങ്കിലും ദേഷ്യം പിടിക്കണമെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ മതി അല്ലേ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കുട്ടികളുടെ മാർക്ക്, അവർക്ക് അത്രയും വിചാരിച്ചത്ര മാർക്ക് കിട്ടിയില്ല, അവൻ അത്രയും വർക്ക് ചെയ്തില്ല, അല്ലെങ്കിൽ അത്ര എഫേർട്ട് എടുത്തില്ല, ഇങ്ങനത്തെ ഒക്കെ ഒരു മനസ്സിലുള്ള തോന്നലുകൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും പേരൻസിന് കുട്ടികളുടെ റിസൾട്ട്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഇമീഡിയറ്റ്ലി ദേ ഗെറ്റ് എ ലിറ്റിൽ ആംഗ്രി. അല്ലെങ്കിൽ നമ്മൾ വർക്ക് സ്പേസിൽ യുവർ ബോസ് നമ്മൾ എത്ര വർക്ക് ചെയ്ത് എല്ലാം ചെയ്താലും ചിലർക്ക് തൃപ്തി വരാത്ത ചില ആൾക്കാരുണ്ട്. അപ്പം മൈ ബോസ് ബിറ്റ് മൈ ഹെഡ് ഓഫ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായി. അപ്പം ഐ മേഡ് എ സ്മോൾ മിസ്റ്റേക്ക് ആൻഡ് മൈ ബോസ് ബിറ്റ് മൈ ഹെഡ് ഓഫ് എന്ന് പറയുമ്പോൾ അവിടെ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ എക്സ്പ്രഷൻസ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആ ഒരു ഇമേജറി, ആ ഒരു ഇമേജ് അവിടെ കൺവേ ചെയ്യപ്പെടുന്നു. അത് മാത്രമല്ല ആ ഇമ്പാക്റ്റ് ഓഫ് ഇറ്റ്, അത് ഇമ്പാക്റ്റ് ഓഫ് ദറ്റ് ആങ്കർ, അതായത് വെറുതെ എന്നോട് ദേഷ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ ഇഫക്റ്റ് ഇല്ല. Whereas when you say, my boss, he just bit my head off today, I had a really bad day, എനിക്ക് എൻ്റെ ദിവസം ഇന്ന് പോക്കായിരുന്നു, he just bit my head off because I just made a mistake and immediately ഇത്രയും ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്, എന്നാലും ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി he just bit my head off എന്ന് പറയുമ്പോൾ ആ ഒരു ഇഫക്റ്റീവ്നെസ്, അതായത് എത്രത്തോളം ദേഷ്യം വന്നു എന്നുള്ളതിൻ്റെ ഒരു ഇമേജ് കൺവേ ചെയ്യാനാണ് ഈ ഒരു ഇഡിയം ഇവിടെ യൂസ് ചെയ്യുന്നത്. അതേപോലെ വേറൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് വെൻ സമൺ ബ്ലോസ് ഹിസ് ഫ്യൂസ് എന്ന് പറയുമ്പോൾ, നമ്മൾ ഫ്യൂസ് പോയി എന്ന് പറയുമ്പോൾ എങ്ങനെ, വാട്ട് ഹാപ്പൻസ് വെൻ ഒരു ഫ്യൂസ് പോയി, എന്തുകൊണ്ട് ഫ്യൂസ് പോകുന്നു, ഹൈ വോൾട്ടേജ് വരുമ്പോഴാണ് ചില സമയത്ത് ഫ്യൂസ് പോകുന്നത്. അപ്പോൾ ഇവിടെ വൺസ് അഗെയിൻ എനിക്ക് ദേഷ്യം വന്നിട്ട് എനിക്ക് ഒരു നിവൃത്തിയില്ല, ഞാൻ 2 ഡോസ് കൊടുത്തു എന്നുള്ള അർത്ഥത്തിൽ, നല്ലോണം ശരിക്ക് ശകാരിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ബ്ലോ ഓഫ് ഫ്യൂസ് എന്നുള്ള മീനിങ് അവിടെ വരുന്നത്. അപ്പോൾ ഇമാജിൻ ഐ എം എ വെരി കെയർഫുൾ പേഴ്സൺ ആൻഡ് ഞാൻ എൻ്റെ ഒരു കാർ വേറൊരാൾക്ക് യൂസ് ചെയ്യാൻ കൊടുക്കുകയാണ്. തിരിച്ചു വരുമ്പോൾ അത് അവിടെ എവിടെയും കൊണ്ട് ഇടിച്ചിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ നാച്ചുറലി ഐ വിൽ ബ്ലോ മൈ ഫ്യൂസ് എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ദേഷ്യം പിടിക്കും. ഞാൻ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുന്ന ഒരാളാണ്, നീ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് എൻ്റെ കാർ കൊടുക്കുകയാണ് ഉപയോഗിക്കാനായിട്ട് ഒരു ദിവസത്തേക്ക്. ഐ എം ട്രൈങ് ടു ഹെൽപ്പ് ഹിം ഓർ ഹർ. അപ്പോൾ അവിടെ തിരിച്ചു വരുമ്പോൾ ഇങ്ങനത്തെ സംഭവം നാച്ചുറലി ഐ ഗെറ്റ് ആംഗ്രി ആൻഡ് അപ്സെറ്റ്. സോ ഐ ഹാഡ് നോ ചോയ്സ്, ഐ ബ്ലൂ മൈ ഫ്യൂസ് എന്ന് വെച്ചാൽ എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. അതാണ് എൻ്റെ മീനിങ്. ഇനിയും ധാരാളം എക്സ്പ്രഷൻസ് ഉണ്ട്. സ്പെഷ്യലി ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് എക്സ്പ്രഷൻസ് മാറിക്കൊണ്ടിരിക്കും. അത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഉദയനാണ് താരത്തിലെ ആ ഒരു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ശ്രീനിവാസൻ ആൻഡ് മോഹൻലാൽ. അപ്പോൾ മോഹൻലാൽ പറയണം, ഞാൻ നിന്നെ കാണാൻ വരുന്നുണ്ട്, എനിക്ക് നിൻ്റെ അടുത്ത് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു എക്സ്പ്രഷൻ, അവിടെ ദേഷ്യമുണ്ട്. അപ്പോൾ ആ ഒരു ദേഷ്യം കൊണ്ട് പറയുന്ന എക്സ്പ്രഷൻ, എനിക്ക് നിന്നോട് ദേഷ്യമുണ്ട് എന്നല്ല, അങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ അല്ല അത്. അപ്പോൾ അവിടെ ഞാൻ നിന്നെ വന്ന് കാണുന്നുണ്ട്, എനിക്ക് നിൻ്റെ അടുത്ത് ചിലത് ചോദിക്കാനുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പ്രഷൻ നമ്മൾ ഇംഗ്ലീഷിൽ ഐ ഹാവ് എ ബോൺ ടു പിക്ക് വിത്ത് യു എന്ന് പറയുമ്പോൾ ആ ഒരു എക്സ്പ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ അതേ കാര്യമാണ്. എനിക്ക് നിൻ്റെ അടുത്ത് എന്തോ ദേഷ്യമുണ്ട്, ഞാനത് നിന്നോട് ചോദിക്കാനിരിക്കുകയാണ്, ഐ വോണ്ട് ടു ടോക്ക് ടു യു അബൌട്ട് ഇറ്റ്, ഞാൻ വരുന്നുണ്ട് നിന്നെ കാണാൻ എന്നുള്ള ആ ഒരു മീനിങ്. അല്ലെങ്കിൽ അവസരം കിട്ടിയാൽ എനിക്ക് നിന്നോട് അതിനെക്കുറിച്ച് സംസാരിക്കണം എന്നുള്ള, അത് എന്തോ ഒരു ഡിസഗ്രീമെൻറ്റ് ഇവർ തമ്മിൽ, എന്തോ ഒരു അഭിപ്രായ വ്യത്യാസം ചില കാര്യങ്ങളിലുണ്ട്. അത് ഈ ഒരു സിനിമയിലൊന്നല്ല, നമുക്ക് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് തന്നെ നമുക്ക് ലൈഫിൽ വരാറില്ലേ. എനിക്ക് ചില കാര്യങ്ങൾ നീ ചെയ്യുന്നത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ അത് ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഐ ഹാവ് എ ബോൺ ടു പിക്ക് വിത്ത് യു എന്നുള്ള ആ ഒരു എക്സ്പ്രഷൻ. പിന്നെ ഓർമ്മ വരുന്ന വേറൊരു എക്സ്പ്രഷൻ വൺസ് അഗെയിൻ, ദേഷ്യം വന്നിട്ട് വാതോരാതെ നല്ലോണം ശകാരിക്കുക എന്ന് പറയുമ്പോൾ ടോട്ടൽ ക്രിറ്റിസിസം, നല്ലോണം വിമർശിക്കുക, ശരിക്കും വഴക്ക് പറയുക. ആ ഒരു എക്സ്പ്രഷൻ സ്പെഷ്യലി കിലുക്കം എന്ന സിനിമയിൽ മോഹൻലാൽ നല്ലോണം ശകാരിക്കുകയാണ്, എന്നാലും നീ ഇതിങ്ങനെ ചെയ്ത് കളഞ്ഞല്ലോ, അല്ലെങ്കിൽ തിരിച്ചങ്ങോട്ട് ജഗതി തിരിച്ചൊരു സ്വീറ്റ് റിവെഞ്ച് എടുക്കുന്നു. അപ്പം ഇനി ഇംഗ്ലീഷിലുള്ള ആ എക്സ്പ്രഷൻ ഒരുപാട് ശകാരിക്കുക എന്നുള്ള അർത്ഥത്തിൽ അവിടെ വരുന്നത് ഹി കെയിം ഡൗൺ ഓൺ മീ ലൈക്ക് എ ടൺ ഓഫ് ബ്രിക്സ്. ഹി കെയിം ഡൗൺ ഓൺ മീ ലൈക്ക് എ ടൺ ഓഫ് ബ്രിക്സ് എന്ന് പറയുമ്പോൾ എൻ്റെ മേലെ കുറേ ഇഷ്ടിക കഷ്ണങ്ങൾ കൊണ്ട് ഇട്ട പോലെ വെച്ചാൽ അത്രയ്ക്ക് ദേഷ്യമുണ്ട്. അപ്പോൾ ആ ഒരു ഇഫക്റ്റാണ് ആ ശകാരത്തിനുള്ളത് എന്നാണ് ആ എക്സ്പ്രഷൻ്റെ, ആ ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ ഇസ് സോ ബ്യൂട്ടിഫുൾ. ഹി കെയിം ഡൗൺ ഓൺ മീ അല്ലെങ്കിൽ ഷീ കെയിം ഡൗൺ ഓൺ മീ ലൈക്ക് എ ടൺ ഓഫ് ബ്രിക്സ്. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അതിനു മുമ്പ് പ്രേക്ഷകർക്കായി ഒരു ചോദ്യം.
എനിക്ക് അവനെ കൊല്ലാനുള്ള ദേഷ്യം വന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ. അത് ആ ദേഷ്യം മനസ്സിങ്ങനെ അത് എക്സ്പ്രഷനാണ്. അവനെ കൊല്ലാനൊന്നും പോകുന്നില്ല, പക്ഷെ എന്നാൽ എനിക്ക് അവനെ കൊല്ലാനുള്ള ദേഷ്യം വന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എക്സ്പ്രഷനിൽ വൺസ് അഗെയിൻ നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ എങ്ങനെയായിരിക്കും പറയുക? തിങ്ക് അബൌട്ട് ഇറ്റ്. I'll see you next week. Bye for now. Be positive. ശരത്ത്, എൻ്റെ അച്ഛൻ്റെ കയ്യിൽ ഇന്നും ഒരു 1 രൂപയുടെ നോട്ടുണ്ട്. അത് എൻ്റെ അച്ഛൻ്റെ ആദ്യത്തെ ശമ്പളമായിരുന്നു. കുട്ടിക്കാലത്ത് അടിച്ചു മാറ്റാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്? ഇല്ല, അത് ഞാൻ പലപ്പോഴും അച്ഛനടുത്ത് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഈ കോയിൻ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അച്ഛനോട് ഞാൻ പലവട്ടം ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ആ രൂപ എനിക്ക് തരാത്തത്. ഞാൻ കുറേ ചോദിച്ചിട്ടുണ്ട്, വഴക്കും കിട്ടിയിട്ടുണ്ട്, പക്ഷെ അച്ഛൻ തരത്തില്ല. ശ്രമവും നടത്തിയിട്ടുണ്ട് അടിച്ചു മാറ്റാനായിട്ട്? തീർച്ചയായും ശ്രമം നടത്തിയിട്ടുണ്ട്. അതിന് തരാൻ പറ്റാത്തതിന് കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛന് ആദ്യമായി സമ്പാദിച്ചതാണ് ആ 1 രൂപ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ 1 രൂപയ്ക്ക് എൻ്റെ അച്ഛൻ അത്രയും പ്രാധാന്യം കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ സമൂഹം എന്നും 1 രൂപയായാലും ശരി, 50 പൈസ ആയാലും ശരി, കോടികളായാലും ശരി, ആ കാശിന് അതിൻ്റെതായ വില നൽകുക, അത് നല്ല രീതിയിൽ നല്ലതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുക. ശരിക്കും അരവിന്ദ് പറഞ്ഞതുപോലെ രൂപയ്ക്ക് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ധനം എന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ്. നാം അംഗീകരിക്കുകയും അതിനെ പൂജിക്കുകയും ചെയ്യേണ്ട അത്യാവശ്യമാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. രൂപയ്ക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ പലപ്പോഴും രൂപയാണ്, ധനമാണ് വലുത് എന്ന് വിചാരിക്കാതെ മാനുഷിക മൂല്യങ്ങൾ കൂടെ വളർത്തിയെടുക്കുകയും അതിനനുസരിച്ച് നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. തീർച്ചയായിട്ടും ബി പോസിറ്റീവിൻ്റെ പ്രേക്ഷകർക്ക് അതിനെ കഴിയുമെന്നുള്ള വിശ്വാസത്തോടു കൂടി, ഉറച്ച തീരുമാനത്തോടു കൂടി ഇന്നത്തെ ബി പോസിറ്റീവിൻ്റെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റു അധ്യായത്തിൽ വീണ്ടും കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.